ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? സുഖമായിട്ടിരിക്കുകയാണ് ഇവിടെ എല്ലാവരും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ പുതിയ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട്, മഴ ഉണ്ടോ നാട്ടിലെല്ലാവർക്കും? ഇവിടെ ഇപ്പോൾ ഇടയ്ക്ക് നിലയ്ക്കൊക്കെ ആയിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ചൂടൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും മഴ മാറിക്കഴിയുമ്പോൾ പിറ്റേ ദിവസമൊക്കെ നല്ല ചൂടായിരിക്കും മിക്കവാറും. അപ്പോൾ പകലൊക്കെ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്, വെയിലത്ത് വണ്ടി ഓടിക്കാൻ വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ഉച്ചവരൊക്കെ വണ്ടി ഓടിച്ച് ഞാൻ വീട്ടിൽ കയറും, ഒന്നിൽ വന്ന് എന്തെങ്കിലും ഫുഡോ കാര്യമൊക്കെ ഉണ്ടാക്കിയിട്ട് കിടന്നുറങ്ങും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കാനില്ല എന്നുണ്ടെങ്കിൽ നേരെ കിടന്നുറങ്ങും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം പറയാനാണെങ്കിൽ, ഞാൻ ഇന്നലെ നൈറ്റ് ഒപ്പിട്ടിട്ട് ഒരു 10-10:30 ആയപ്പോൾ വീട്ടിൽ കയറി രാത്രി. എന്നിട്ട് വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. ഒരു 2 മണി 2:30 അലാറം വെച്ചിട്ടുണ്ടാവും കേട്ടോ. അത് അലാറം വെക്കണതല്ല, അലാറം അടിക്കുമ്പോൾ നമ്മൾ എണീക്കില്ല, ഉറക്കത്തിൽ തന്നെ അത് ഓഫാക്കിയിട്ട് മിക്കവരും ചെയ്യണതായിരിക്കും. അത് ഉറക്കത്തിൽ അത് ഓഫാക്കും, എന്നിട്ട് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കുറേ നേരം പിന്നെയും കിടന്നുറങ്ങും. നമ്മൾ വിചാരിക്കും 10 മിനിറ്റ് അല്ലേ, 10 മിനിറ്റ് എണീക്കാമെന്ന് വിചാരിക്കും. പക്ഷെ പറ്റൂല. 10 മിനിറ്റ് എന്ന് വിചാരിച്ച് നമുക്ക് കിടന്ന് ഉറങ്ങിയിട്ട് ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ലേറ്റാവും. അപ്പോൾ ഇന്നലെ ഞാൻ അതേമാതിരി എത്ര മണിക്കാണെന്നറിയോ അലാറം വെച്ചത്? 2 മണിക്കോ 2:30 ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം എണീറ്റ് നമ്മളൊന്ന് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവുമല്ലോ. അപ്പോൾ അത് വിചാരിച്ച് ഞാൻ അങ്ങനൊരു സമയം കണക്കാക്കി വെച്ചു. പക്ഷേ ഞാൻ എഴുന്നേറ്റില്ല, ഞാനത് ഓഫാക്കിയിട്ട് ഞാൻ കിടന്നുറങ്ങി. പിന്നെ ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് കിടക്കേണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു 3:10 ആയപ്പോൾ എണീറ്റ് ബാത്റൂമിലൊക്കെ പോയി പിന്നെ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ മെല്ലെ ഇറങ്ങി. ഒരു 3:25 ആയപ്പോൾ നേരെ സമയം നോക്കിയപ്പോൾ 3:45 ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഞാൻ നേരെ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് സ്പീഡിൽ വണ്ടി എടുത്ത് അങ്ങനെ പോയി. നമുക്ക് ലക്ഷ്യമുണ്ടല്ലോ, അവിടേക്കാണ് പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ അവിടെ പോയി വണ്ടി ലൈനിലിട്ടു. എനിക്ക് കുഴപ്പമില്ല, നല്ലൊരു ഓട്ടം കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഒരു 8:30 വരെ ഞാൻ വണ്ടി എടുത്ത് ഓടിയിട്ടുണ്ട്. 8:30 ആയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ കയറി. നന്ദുവിനും കുഞ്ചൂസിനും തിന്നാനുള്ളത് പുട്ടും കടലയാണെന്ന് വാങ്ങിയത്. ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങുകയും ചെയ്യും. അപ്പോൾ വാങ്ങി വന്നു. ഞാൻ വന്നിട്ടാണ് പിള്ളേരൊക്കെ വിളിച്ച് എണീപ്പിച്ചത്. 2 ആളുടെ അടുത്ത് കടയിൽ പോകണ്ടിടാം. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ അവർക്ക് ചായക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ചായ കാച്ചി എല്ലാവരും ഒരുമിച്ച് ചായ കുടിച്ച് അങ്ങനെ ഇറങ്ങി. ഞങ്ങളെല്ലാവരും ഒരു 9:45 9:30 തോന്നുന്നു ഇറങ്ങുമ്പോൾ. പിന്നെ അവരവിടെ ഇറക്കി കൊടുത്തിട്ട് ഞാൻ നേരെ വണ്ടി എടുത്ത് ഓടാൻ പോയി. അതൊരു 12 മണി വരെ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ചാർജ് ചെയ്യാൻ നിന്നില്ല. രാവിലെ ഓടിയ ബാലൻസ് ഉണ്ടായിരുന്നു. രാവിലെ ഓടിയെങ്കിലും കംപ്ലീറ്റ് ഓടിയില്ലല്ലോ, 8:30 ആകുമ്പോഴത്തേക്കും കയറിയില്ലേ. അങ്ങനെ ഒരു അതിൻ്റെ ബാലൻസ് ചാർജിലാണ് പിന്നെ ഉള്ള ഓട്ടം. അപ്പോൾ ഒരു 12 മണിക്ക് ആവണ വരെ ഓടിയിട്ടുണ്ട് ഉച്ചയ്ക്ക്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വീട്ടിലെത്തിയപ്പോൾ നോക്കുമ്പോൾ 26% എന്തോ ഉള്ളൂ ചാർജ്. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ചാർജിനിട്ടു. പിന്നെ രാവിലത്തെ കട്ടൻ ചായ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഇത്തിരി മിച്ചറൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ ചോറൊക്കെ വെച്ചു. പിന്നെ അന്ന് ഞാൻ കറി വെച്ചത് വെണ്ടയ്ക്ക മുളകിട്ട് കേട്ടോ. വെണ്ടയ്ക്ക പുളി എന്തെന്ന് തന്നെ പറയാം, നമ്മുടെ പാലക്കാട് സ്റ്റൈലിലെ വെണ്ട പുളിയിട്ട് വെക്കില്ലേ, പുളിക്കറി അങ്ങനെ എന്താ പറയുന്നത്. അപ്പോൾ ഞാനത് ഒരു പ്രാവശ്യം, ഇപ്പോഴൊന്നല്ല മുമ്പ് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനിവിടെ എന്ത് കറി വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് വേറെ കാര്യം. അപ്പോൾ അന്ന് രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലൊരാൾ മരിച്ചിട്ട് നമുക്ക് പെലയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് മീൻ ഇറച്ചിയൊന്നും കൂട്ടാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ വെക്കുകയല്ലേ. അപ്പോൾ ഇന്ന് എന്ത് വയ്ക്കുന്ന ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വന്നത് ഈ വെണ്ടയ്ക്ക് പുളിയിട്ടിട്ട് കുറേ കാലമായാലും വെച്ചത് എന്തോ ഒരു ഓർമ്മ. അപ്പോൾ ഞാനത് മറന്നുപോയി സത്യം പറഞ്ഞാൽ. ഒരു പ്രാവശ്യം എന്തായാലും വെച്ചിട്ടുള്ളൂ. അങ്ങനെ ഞാനത് വീഡിയോ ഒക്കെ സെർച്ച് ചെയ്ത് അതാണ് ഇന്ന് ഉച്ചയ്ക്ക് കറി വെച്ചത്. ചോറാക്കി പിന്നെ പപ്പടം കാച്ചി, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റതിന് ശേഷം ഞാൻ വണ്ടിയൊക്കെ ഒന്ന് കഴുകിയിട്ടു. മാറ്റൊക്കെ നിറച്ച് പൊടിക്കായിരുന്നു. അപ്പോൾ ഒന്ന് വണ്ടി മൊത്തത്തിലൊക്കെ ഒന്ന് കഴുകി മാറ്റൊക്കെ ഒന്ന് തുടച്ചെടുത്തു. പഴയൊരു മോപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റൊക്കെ ഒന്ന് ഇങ്ങനെ തുടച്ചൊക്കെ എടുത്തു. അതല്ലാന്നുണ്ടെങ്കിൽ പകലൊക്കെ വെയിലുള്ള സമയത്താണ് മാറ്റൊക്കെ എടുത്ത് പുറത്തേക്കിട്ട് ഒന്ന് നല്ലോണം കഴുകി വെയിലത്തിട്ട് ഉണക്കി പിന്നെ പോകാൻ നേരം വണ്ടിയിലിടും. അതല്ലാത്ത സമയത്ത് വൈകുന്നേരമാണ് ഞാൻ ഇന്ന് കഴുകിയത്. എനിക്ക് തോന്നും ഒരു 6-6:30 അപ്പോൾ അന്നേരം ഞാൻ പഴയൊരു മോപ്പെടുത്തിട്ട് തുടയ്ക്കാറുണ്ട്. അപ്പോൾ അതേപോലെ കുറച്ച് ക്ലീനാക്കി ഇട്ടു. പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു 9 മണിയാകുമ്പോൾ ഞാൻ ഇവിടെ നടന്നു. പിന്നെ അങ്ങനെ വണ്ടി എടുത്ത് ഓടാൻ പോകണം.
അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 10-10:30 ആകുമ്പോൾ ഒന്ന് ചുമ്മാ വീട്ടിൽ കയറുണ്ട്, പിള്ളേരുടെ അടുത്തൊന്ന് കയറി നോക്കും. പിന്നെ നന്ദുവിനെ പറ്റുകയാണെങ്കിൽ ഞാൻ കൊണ്ടാക്കി, മിക്കവാറും ഞാൻ കൊണ്ടാക്കി കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ അവരുടെ കടയിലത്തെ ചെക്കൻ കൊണ്ടാക്കി കൊടുക്കില്ല. അതല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടാക്കി വീട്ടിൽ കൊണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ പോവുക. അപ്പോൾ സ്റ്റേഷനിൽ പോയി ഒപ്പിട്ട് കുറച്ച് നേരം ഓടി, എത്ര മണി ഉറക്കം വരുന്നവരെ ഓടും, കാരണം ഇന്ന് പകൽ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരം ഓടിയിട്ട് വീട്ടിൽ കയറണം. അങ്ങനെ നോക്കിയിട്ട് നമ്മുടെ ഉറക്കം പോലെ ഇരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യണം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂൾ ട്രിപ്പ് എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. വണ്ടി നോക്കണം, വണ്ടി ഇതുവരെ ശരിയായിട്ടില്ല. അതാണ് ഇപ്പോൾ ആകെ ടെൻഷൻ. കാരണം ഞാനൊരു ചെറിയൊരു കുറി ചേർന്നിട്ട് അതിൻ്റെ ഒരു പൈസ ഉണ്ട്, പിന്നെ പോരാത്ത ചെറിയൊരു പൈസ ഞാൻ ചേച്ചിയുടെ അടുത്ത് സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒക്കെ ഓക്കെ ആയി ഇരിക്കണതാണ്. പക്ഷെ എവിടെയോ എന്തൊക്കെയോ ഒരു സ്റ്റെക്കായിട്ട് നിൽക്കണം. ഞാനിതുവരെ മെനക്കെട്ടിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് വണ്ടി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അതാണെങ്കിൽ ശരിയാവണില്ല. പുതിയ വണ്ടി എടുക്കണമെന്നാണ് അത് വിചാരിച്ചിട്ട് ഞാൻ ബാങ്കിലൊക്കെ പോയി ഞാൻ മുദ്രാ ലോണിന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി സിബിൽ സ്കോർ പ്രശ്നമാവുമെന്ന് അറിയില്ല. കാരണം ഞാൻ ജനുവരിയിൽ 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഓട്ടോറിക്ഷയുടെ അടവ് തെറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ 2ാമത്തെ മാസം തന്നെ ഫെബ്രുവരിയിൽ അത് ക്ലിയർ ആക്കി. പക്ഷേ നമ്മുടെ സിബിൽ സ്കോറിന് അത് ബാധിക്കുമല്ലോ. പക്ഷെ എൻ്റെ അടവ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഒരടവ് മാത്രമേ എനിക്ക് അങ്ങനെ പ്രശ്നം വന്നിട്ടുള്ളൂ. പക്ഷേ ഞാൻ അറിയണ കുറച്ച് ആൾക്കാരൊക്കെ മിക്ക മാസങ്ങളിലും അടവ് തെറ്റിയിട്ടാണ് അടയ്ക്കുന്നത്. പക്ഷെ അവരുടെ സിബിൽ സ്കോർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഉണ്ട്. അപ്പോൾ എന്താ എനിക്കറിയില്ല. എൻ്റെ മാക്സിമം എൻ്റെ അടവും വാടക എല്ലാം ക്ലിയർ ആണ്. പിന്നെയും ഞാൻ അത്രയും അറിയുന്ന ആൾക്കാർക്കൊക്കെയാണ് പൈസ എന്തെങ്കിലും ഞാൻ കടം മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുത്ത് ഞാൻ കൊടുക്കുക. അതല്ലാത്തൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് സിബിൽ ഇങ്ങനെ കുറയണമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു എത്ര ഉണ്ട്, 7 സംതിങ് എന്തോ ഉണ്ട്. അപ്പോൾ എന്നോട് മാഡം പറഞ്ഞു, ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഞാൻ മാഡത്തിൻ്റെ അടുത്ത് പോയി സംസാരിച്ചായിരുന്നു. അപ്പോൾ മാഡത്തിൻ്റെ അടുത്ത് പറഞ്ഞു, വണ്ടി പുതിയത് പോയി നോക്കിക്കോ, പഴയ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മുദ്രാ ലോൺ നമുക്ക് തരില്ല. അപ്പോൾ വണ്ടി പോയി നോക്കിക്കോളാൻ പറഞ്ഞു. എനിക്ക് പുതിയ വണ്ടി എടുക്കാനാണ് ഇഷ്ടം. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്ന വണ്ടിക്കൊക്കെ നല്ല വില ഉണ്ട്. പിന്നെ അതേമാതിരി നമുക്ക് ഓട്ടോറിക്ഷയുടെ അടവ് നിലവിൽ ഇപ്പം ഉണ്ട്. പിന്നെ അടുത്ത വർഷമേ ഓട്ടോറിക്ഷയുടെ അടവ് തീരുള്ളൂ. അപ്പം നല്ലൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. വീടിൻ്റെ വാടക, വണ്ടിയുടെ അടവ്, ഓൾറെഡി നമുക്ക് ഓട്ടോറിക്ഷയ്ക്ക് അടവുണ്ട്. പിന്നെ അതിൻ്റെ പുറമേ നമ്മളിപ്പോൾ പുതിയൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടവ് നോക്കണം. അപ്പോൾ അതൊക്കെ കൂടി ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പോൾ മുദ്രാ ലോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതല്ലേ എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ മാഡത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, നോക്കിക്കോ, പുതിയ വണ്ടി നോക്കിക്കോ, നമുക്ക് കിട്ടുമെന്ന് നോക്കട്ടെ. സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ അവർ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ. അപ്പോൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ആരോടെങ്കിലും നമ്മൾ ഈ വണ്ടിയുടെ കാര്യം പറയുമ്പോൾ എന്നോട് ചോദിക്കും, പറ്റുമോ? നന്ദു തന്നെ എൻ്റെ അടുത്ത് ചോദിക്കും, അമ്മയ്ക്ക് പറ്റുമോ? അമ്മ വലിയ ടാസ്ക് കേട്ടോ, അമ്മയ്ക്ക് പറ്റുമോ? ഓട്ടോറിക്ഷയ്ക്ക് അടവുണ്ട്, വീടിൻ്റെ വാടക ഉണ്ട്, അപ്പോൾ ഒക്കെ കൂടി പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ജൂലൈ വരെ നമ്മൾ ഈ വീട്ടിലുള്ളൂ. അത് കഴിഞ്ഞാൽ വീട് മാറണം. അപ്പം എനിക്ക് വീട് ശരിയായിട്ടില്ല, അതിൻ്റെ ടെൻഷൻ വേറെ ഉണ്ട്. ശരിയാവായിരിക്കും, കാരണം എനിക്കിതുവരെ അങ്ങനെയാണല്ല. ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ട് എനിക്ക് വീട് മാറേണ്ട സമയമാകുമ്പോൾ ഒരു വീട് ശരിയാവും, നമ്മൾ അങ്ങോട്ട് മാറും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് മാറുമ്പോഴും വീട് ശരിയാകും. പിന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങണ വാടക കിട്ടണ്ടേ, നമുക്ക് പറ്റണ വാടകയിലേക്കുള്ള വീട് കിട്ടാനില്ല. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നോക്കുമ്പോൾ 7,000-നും വീടില്ല. ഇപ്പോൾ ഇവിടെ 8,000 മുതലാണ് സ്റ്റാർട്ടിങ് പറയണത്. പിന്നെ ഉണ്ട് കേട്ടോ, കക്കോടി അങ്ങോട്ട് ഉള്ളോട്ട് പോവുകയാണെങ്കിൽ വീടുണ്ട്. പക്ഷെ അങ്ങോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഉള്ളോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം ചാർജ് കുറച്ചൊക്കെ തീരും. പിന്നെ അതുമല്ല, ചാർജർ എനിക്ക് കൊണ്ട് നടക്കാനുള്ള സംവിധാനം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് ചാർജ് ചെയ്യാറ്. പിന്നെ നന്ദുവിനും കുഞ്ചൂസിനും അതൊരു പ്രശ്നമാണ്. അവർ ഇപ്പോൾ സ്കൂളിലായാലും അവർക്ക് പോകേണ്ട സ്കൂളൊക്കെ ഇവിടെ അടുത്താണ്, നമ്മളിപ്പോൾ താമസിക്കുന്നതിൻ്റെ അടുത്താണ്. അപ്പോൾ കുറേ ഉള്ളോട്ട് പോകുമ്പോൾ അവരുടെ ഒരു സൗകര്യം കൂടി നോക്കണമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് ചെയ്യണം. അതൊക്കെ ഞാൻ പിന്നെ വീട് മാറിയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ നിലവിൽ കാരപ്പറമ്പാണ് താമസിക്കുന്നത്. കാരപ്പറമ്പ് കൃഷ്ണനായർ റോഡ് ഇങ്ങോട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് 1 കിലോമീറ്റർ കഷ്ടില്ല. പിന്നെ ടൗണിലേക്കൊക്കെ ആണെങ്കിൽ 7 കിലോമീറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന്. നമ്മുടെ KSRTC സ്റ്റാൻഡ്, മിഠായി തെരുവ്, ബീച്ച്, അവിടേക്കൊക്കെ ഒരു 7 കിലോമീറ്റർ 8 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ സെൻട്രൽ മാർക്കറ്റ്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അവസ്ഥ ഒന്നല്ല, നമുക്ക് ചുമ്മാ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ടെൻഷനാവും, വീടൊന്നും ശരിയായിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ തിരക്ക് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് പറ്റിയൊരു വാടകയ്ക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് 7,500 വാടക.
എന്നാലും മാക്സിമം ഒരു 8 വരെ പോയിക്കോട്ടെ, കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്ക് അതിനുള്ള സൗകര്യം കൂടി കിട്ടണം. ബാത്റൂം അകത്ത് വേണം, പിന്നെ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് വണ്ടി ഇടാനുള്ള സൗകര്യം കൂടി നോക്കണം. അതൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ വാടക പ്രശ്നം വരുന്നത്. പിന്നെ കിട്ടുകയാണെങ്കിൽ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് 3 ബെഡ്റൂമൊക്കെ ഉള്ള വീട് വേണം എന്നുള്ളതാണ്. വേറൊന്നുമല്ല, ചെറിയ വീടാണെങ്കിലും, ചെറിയ വീടല്ല, ഓടിട്ട വീടാണെങ്കിലും 3 റൂമൊക്കെ ഉള്ള വീടാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം നന്ദും കുഞ്ചുസൊക്കെ ഇപ്പോൾ വലുതായി, അടി കൂടും അവർ സമയവും, തോണ്ടയും പിടിക്കും, അടിയും പിടിയും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഓരോരുത്തരും ഓരോ റൂമിലാണെന്നുണ്ടെങ്കിൽ അവരവരുടെ സമയത്തിനായിട്ട് കിടന്ന് ഉറങ്ങിക്കോളും, കച്ചറൊന്നും ഇല്ലാതെ എന്ന് വിചാരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കുഞ്ചൂസ് വേറെ കുഴപ്പമില്ല, കുറച്ച് ഒരിത്തിരി അങ്ങോട്ട് ഉള്ളോട്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത്. നന്ദു പറയണത് എന്തിനാ കുറേ ഉള്ളോട്ട് പോകണേന്ന്. പക്ഷെ നമ്മുടെ വാടകയും നോക്കണമല്ലോ, അതാണല്ലോ മെയിനായിട്ട്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ കുറച്ച് അങ്ങോട്ട് ഉള്ളോട്ടൊക്കെ പോവുകയാണെങ്കിൽ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടാക്കി തരാം, അങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കാട്ടി ഏറ്റവും വലിയ ടെൻഷൻ എനിക്ക് വണ്ടി കിട്ടാത്തതാണ്. നമ്മളെ കയ്യിലൊതുങ്ങണ വിലയ്ക്ക് വണ്ടി കിട്ടണം. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ഇപ്പോൾ നോക്കുന്നത്, അത് കിട്ടിയാലും അടവിന് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട്. അപ്പോൾ എല്ലാം നടക്കും. പിന്നെ അതേപോലെ ഞാനിപ്പോൾ വീഡിയോകളിലൊക്കെ വളരെ കുറവാണ്. എനിക്കിത് ഇങ്ങനെ ഡെയിലി വീഡിയോ ചെയ്യണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് നടക്കണില്ല, വിചാരിച്ച പോലെ നടക്കണില്ല. ഞാൻ മനസ്സിൽ കുറേ പ്ലാൻ ചെയ്യുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും പുറത്തേക്ക് വരുന്നില്ല. പുറത്തേക്ക് എന്നല്ല, നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല. ശരിയാവും അല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ ഈ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് എനിക്ക് വേറെ ഒന്നും പറയാനൊന്നുമില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനോ പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിനുള്ള ഉത്തരമൊക്കെ പറഞ്ഞുതരാം. എന്തെങ്കിലും വീഡിയോ ഞാനിപ്പോൾ പറഞ്ഞേ വെച്ചിട്ടാണ്, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് എന്തെങ്കിലും ചോദിക്കാനോ പറയാനൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ട് ഞാൻ റിപ്ലൈ തരാം. പിന്നെ അതേമാതിരി നമ്മുടെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാം. പിന്നെ പുതിയ വിശേഷമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.